പിന്നെ കട്ടിലുള്ളവർ ഞങ്ങൾ അവിടെ കിടക്കുന്നതേ ഉള്ളൂ. 10 മുങ്ങാനുള്ള വെള്ളമുണ്ട് പെരയ്ക്കകത്ത്. പത്തനംതിട്ട ആറന്മുള ഗ്രാമപഞ്ചായത്തിലെ എഴിക്കാട് പ്രദേശത്ത് വെള്ളം കയറിയിരിക്കുന്നു. വീടുകൾ പൂർണ്ണമായും വെള്ളം കയറിയ അവസ്ഥയിലാണ്. നമുക്കിപ്പോൾ ദൃശ്യത്തിൽ കാണാൻ കഴിയും. പമ്പാ നദിയിൽ നിന്നും വെള്ളം പാടശേഖരത്തേക്ക് കയറി അവിടെ നിന്നും വീടുകളിലേക്ക് വെള്ളം കയറി കിടക്കുന്നൊരവസ്ഥയാണ്. ഇപ്പോൾ ഈ ദൃശ്യത്തിൽ കാണുന്ന വീടിന്റെ പാതിയോളം വെള്ളത്തിൽ മുങ്ങിക്കഴിഞ്ഞു. ആളുകളെയൊക്കെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്. വല്ലനയിലെ സ്കൂളിൽ പ്രവർത്തിക്കുന്ന ദുരിതാശ്വാസ ക്യാമ്പിലേക്കാണ് ആളുകളെ മാറ്റിയിരിക്കുന്നത്. ഇതേ സമാന രീതിയിൽ ഇവിടെയുള്ള ഈ റോഡിന്റെ ഒരു വശത്തുള്ള വീടുകളിലെല്ലാം വെള്ളം കയറി കഴിഞ്ഞിട്ടുണ്ട്. അമ്മയുടെ വീട്ടിലും വെള്ളം കയറിയോ? എൻ്റെ വീട്ടിൽ വെള്ളം കയറി. ഞങ്ങളെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇന്നലെ ഇറങ്ങിയതാ. പിന്നെ കട്ടിലുള്ളവർ ഞങ്ങൾ അവിടെ കിടക്കുന്നതേ ഉള്ളൂ. 10 മുങ്ങാനുള്ള വെള്ളമുണ്ട് പെരയ്ക്കകത്ത്. ഇപ്പം വെള്ളം കയറിക്കൊണ്ടിരിക്കുക. ക്യാമ്പിലേക്ക് മാറിയില്ലേ? ക്യാമ്പിലേക്ക് ഇന്ന് പോകാനിരിക്കുക. ഓരോ നിമിഷം വെള്ളം കയറിക്കൊണ്ടിരിക്കുക. ഓരോ നിമിഷം വെള്ളം അത് എൻ്റെ പണ്ടത്തെ പോലല്ല, പെതുക്കെയായി വെള്ളം കയറി വരുന്നത്. അതുകൊണ്ട് നമുക്ക് എല്ലാം പെട്ടെന്ന് ഇറങ്ങാനും ഒക്കത്തില്ല. അത് ഇപ്പം മിറ്റം നിറച്ച് 4 വശവും വെള്ളമാണ്. ഇപ്പം എന്താ ഞങ്ങളിപ്പോൾ ചെയ്യാൻ? ഞങ്ങളിപ്പോൾ വരനെ പോകുള്ളൂ. കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അവരെയൊക്കെ പടിഞ്ഞാറും അവരുടെയൊക്കെ വീടുകളിൽ പറഞ്ഞു വിട്ടു. ഇപ്പം ഞാനും എൻ്റെ മോനും മാത്രമേ ഉള്ളൂ വീട്ടിൽ. ഇപ്പോൾ ഈ ഭാഗത്തൊക്കെ എത്ര വീടുകളിൽ ഇനി വെള്ളം കയറും ഇപ്പോൾ ഇങ്ങനെയാണെങ്കിൽ? ഈ ഇങ്ങനത്തെ വരവാണെങ്കിൽ ഇത് മൊത്തം മുങ്ങും. ഈ ഭാഗത്ത് എത്ര വീടുകളുണ്ട്? ഈ ഭാഗത്ത് 16-ാം വാർഡിൽ ഒരു 500 വീടുകളുണ്ട്. എത്ര നമുക്കിപ്പോൾ ഈ ആ റോഡിന് തെക്കോട്ട് ഭാഗത്തുള്ള, അതുപോലെ തന്നെ കണ്ടത്തറമ്പിൽ താമസിക്കുന്ന ഞങ്ങളൊക്കെ ഒരു വെള്ളം വന്നാൽ ഞങ്ങൾക്ക് പേടിയായിട്ട് താമസിക്കും. നമ്മൾ പോയെങ്കിലേ നമുക്ക് വല്ലതും കിട്ടാനുള്ള അമലും കിട്ടത്തുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി അവിടെ ഇരിക്കാവുന്നേ ഉള്ളൂ. ജോലിക്ക് പോകാനൊന്നും കഴിയുന്നില്ല. രാവിലെ ഞാൻ ജോലിക്ക് പോകാൻ ഇറങ്ങിച്ച് തിരിച്ചു പോയതാ. എൻ്റെ കുഞ്ഞും അതുപോലെ തന്നെ, അവനും ജോലിക്ക് പോയിച്ച് അവൻ വീട്ടിൽ വന്നിരിപ്പുണ്ട്. എന്ത് ജോലിയാണ് ചെയ്യുന്നത്? ഞാൻ കൂലിപ്പണിക്കാണ് പോകുന്നത്. ഇപ്പം ഈ മഴ ആയതുകൊണ്ട് നമുക്ക് എങ്ങോട്ടും പോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മളിങ്ങനെ നിൽക്കുക. ഇപ്പൊ ഈ വെള്ളമൊക്കെ ഇറങ്ങിയാലും ഇനിയിപ്പോൾ നിങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ എത്രമാത്രം ബുദ്ധിമുട്ടാണ് നിങ്ങൾക്ക് ആ വീടൊക്കെ വൃത്തിയാക്കാനും? വീടൊക്കെ വൃത്തിയാക്കണമെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാവും. അത് ഒറ്റയ്ക്കുള്ളവർക്കൊക്കെ ആണെങ്കിൽ, എനിക്കാണെങ്കിൽ 63 വയസ്സ് ഇപ്പോൾ ഉണ്ട്. എൻ്റെ കുഞ്ഞിനാണെങ്കിൽ സുഖമില്ലാത്തൊരു കുഞ്ഞ്. അവനൊരു കഴിഞ്ഞ വർഷം സ്റ്റോക്ക് വന്നതായതാ. പിന്നെ ഞങ്ങളുടെ മിടുക്കൊണ്ട് ഞങ്ങളുടെ കാശ് കൊണ്ട് ഞങ്ങളുടെ ദൈവത്തിൻ്റെ നേരും കൊണ്ട് ഞങ്ങൾ അവനെ രക്ഷപ്പെടുത്തി എടുത്തു. അവനിപ്പോൾ വീട്ടിൽ ഇരിപ്പുണ്ട്. പണിക്ക് പോയതാവും, കൂലിപ്പണിക്കാണ് പോകുന്നത്. സ്കൂളുകളൊക്കെ തുറക്കാൻ പോവാണ്. അപ്പോൾ അതും കുട്ടികൾക്കൊക്കെ ബുദ്ധിമുട്ടാവും. തുറക്കുമെന്ന് പറയുമ്പോൾ കുഞ്ഞുങ്ങൾ നമ്മൾ ക്യാമ്പിൽ വെള്ളം ഇറങ്ങിയപ്പം വെള്ളമായോണ്ടായി ക്യാമ്പിലോട്ട് പോകുന്നത്. അല്ലെ പിന്നെ ഈ അടുത്ത വീട്ടിൽ എവിടെയെങ്കിലും നമ്മൾ കയറിയാൽ അങ്ങനെ കയറില്ലെന്നാണ് സർക്കാർ റോഡ് കിട്ടിയേക്കുന്നത്. വെള്ളം കയറിയ ഉടനെ ക്യാമ്പിൽ പോയിക്കണമെന്നാണ്. ഇത്രയേ ഉള്ളൂ നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ. ഈ വീടിൻ്റെ ഇപ്പോൾ നമുക്ക് വൈദ്യുതി കണക്ഷൻ, അതിൻ്റെ മീറ്റർ ബോക്സ് ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. അതായത് ഏകദേശം മുങ്ങിയ അവസ്ഥയിലാണ്. അല്പം കൂടി വെള്ളം ഉയർന്നു കഴിഞ്ഞാൽ ആ മീറ്റർ ബോക്സിലേക്കും വെള്ളം കയറും. അങ്ങനെ വളരെ ദുരിതപൂർണമാണ് ഈ എഴിക്കാട് പ്രദേശത്തെ ആളുകളുടെ ജീവിതം എന്നുള്ളത്. വർഷത്തിൽ 3-4 തവണ അവർക്ക് ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് പോകേണ്ട അവസ്ഥകളാണ്. ഇപ്പോൾ ഈ വീടൊക്കെ കണ്ടില്ലേ, ഇതിനെയും കുറച്ച് മണിക്കൂറുകൾ നേരം കൂടി മഴ സ്ഥിരമായി പെയ്യുകയാണെങ്കിൽ, തുടർച്ചയായി പെയ്യുകയാണെങ്കിൽ ഈ വീട് പൂർണ്ണമായും വെള്ളത്തിൽ മുങ്ങുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകും. അങ്ങനെ ഏതായാലും ഇപ്പോൾ പ്രദേശവാസികളെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്. എന്നാലും പമ്പാ നദിയിൽ ജലനിരപ്പ് അല്പം ഇന്നത്തെ മഴയിൽ ഉയർന്നിട്ടുണ്ട്. മഴ ഇനിയും തുടർന്നാൽ ഒരുപക്ഷെ ജലനിരപ്പ് ഉയരാനുള്ള സാധ്യതയാണുള്ളത്. വീഡിയോ ജേർണലിസ്റ്റ് അജി കുടുംബനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, ഇൻ റിപ്പോർട്ടർ, പത്തനംതിട്ട.